പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല സമയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നിങ്ങളെ പ്രാരംഭത്തിൽ അറിയിച്ചുകൊള്ളുന്നു. എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ 3 എപ്പിസോഡുകളിലായി എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെപ്പാൻ കർത്താവ് സഹായിച്ചു. അനേകരത് കാണുവാനും പലരും എന്നെ വിളിപ്പാനുമൊക്കെ ഇടയായി തീർന്നു. വളരെ സന്തോഷം. ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് അല്പവചനവും അനുഭവ സാക്ഷ്യവുമായി പിന്നെയും ഈ എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയിൽ പങ്കാളിയാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാം അബ്രഹാമും ദൈവവുമായിട്ടുള്ള ബന്ധം. അബ്രഹാമിൻ്റെ വിശ്വസ്തത എത്രത്തോളം വലുതാണെന്ന് നമ്മൾക്കറിയാം. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഉടനെ താനെല്ലാം വിട്ടുകളഞ്ഞിട്ട് താൻ ദൈവം കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക്, അല്ലെങ്കിൽ ദൈവം തനിക്ക് വാഗ്ദത്തമായി കൊടുത്ത ആ ദേശത്തേക്ക് താൻ യാത്ര പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. നമ്മളിൽ പലർക്കും അത്തരം ചില വിശ്വാസങ്ങൾ ഇല്ലാത്തൊരനുഭവമാണ്. നമ്മളിൽ പലരും വിശ്വാസത്തെക്കുറിച്ച് ഘോരെ പ്രസംഗിച്ചാലും ചില വിഷയങ്ങളുടെ നടുവിൽ ആടിപ്പോകുന്ന അല്ലെങ്കിൽ ഉലഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ്. നമ്മളോട് ആരെങ്കിലും അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് ഉറപ്പുള്ളവർ, ദൈവം എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ കേൾപ്പിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മളത് പലരോടുമായി ചർച്ച ചെയ്തിട്ട് നമ്മൾ കേട്ട ദർശനങ്ങൾ അല്ലെങ്കിൽ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ വിശദീകരണം തേടിയിട്ട് അതിൽ നമ്മൾക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നെങ്കിൽ നമ്മൾ ആ ഒരു ഉപദേശം മാത്രം ഏറ്റെടുക്കും. നമ്മൾക്ക് അനുകൂലമല്ലാത്ത, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ആരെയും വിമർശിക്കുകയല്ല, ഞാൻ പാർക്കുന്ന തൊട്ടടുത്ത് ഡിനോമിനേഷന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ദൈവസഭയിൽ വർഷങ്ങളായിട്ട് മാറി മാറി വരുന്ന ഒരു ശുശ്രൂഷ അനുഭവമാണല്ലോ. ദേവദാസന്മാര് മാറി മാറി വരും, 2-3 വർഷം അവരവിടെ പാർത്തു ദൈവവേല ചെയ്യും. അത് കഴിയുമ്പോൾ ഡിനോമിനേഷൻ അവരെ മറ്റൊരു ഭാഗത്തേക്ക് വിടും. അപ്പോൾ അങ്ങനെ ഇവിടെ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ ഞാനും അദ്ദേഹവുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെതാകുന്ന അസൗകര്യമുണ്ട്. ഒന്ന്, ഇളയ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് തടസ്സമായ അല്ലെങ്കിൽ അവരെ കാര്യമായി ബാധിക്കുന്ന തരത്തിലുള്ളൊരു പ്രദേശത്തേക്കാണ് എന്നെ അവരിട്ടിരിക്കുന്നത്. എന്നാൽ അത് വലിയ സഭയുമാണ്. എന്നാൽ അവിടേക്ക് പോകാൻ കഴിയാതെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജീവിതവുമായി അഡ്ജസ്റ്റ്മെൻ്റ് ആകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം ഇടയായി. ഇത് മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഭാഗത്ത് ശരിയുണ്ട്. എന്നാൽ തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് വിലയേറിയ ദൗത്യമാണെന്നും ഞാനൊരു സർക്കാർ ജീവനക്കാരനല്ല എന്നും എൻ്റെ ജീവിതയാത്രയിൽ, ആത്മീയ ജീവിത ശുശ്രൂഷ യാത്രകളിൽ എനിക്ക് പ്രതിസന്ധികൾ എത്ര നേരിട്ടാലും ശരി, ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്. ഞാൻ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുമെന്ന് ഒരു ഉറപ്പുള്ള തീരുമാനമെടുക്കുവാൻ കഴിയാതെ അദ്ദേഹം റെക്കമെൻഡേഷനോടുകൂടി തനിക്ക് അനുകൂലമായ സ്ഥലം തിരഞ്ഞെടുത്തു. അതുപോലെയാണ് നമ്മളിൽ പലരും
പലര് ജീവിക്കുവാൻ, തൻ്റെ കുടുംബപരമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ അവിടെ വന്ന് അവിടെ അഡ്രസ് ആക്കുന്നു, അവിടെ റേഷൻ കാർഡ് എടുക്കുന്നു, ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന തീരുമാനത്തിൽ ഇരിക്കുന്നു. അത് സത്യസുവിശേഷത്തിൽ നിൽക്കുന്ന, സത്യത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിൽക്കുന്ന പലരുമുണ്ട്. അവരെ ഒരു സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർ അവിടെ റേഷൻ കാർഡ് ആക്കുന്നു, അവിടെ പിന്നെ അഡ്രസ്സുകളാക്കുന്നു, എല്ലാ ഡീറ്റെയിലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ തീരുമാനമെടുത്തു, ഇനി ഇവിടുന്ന് പോകുന്നില്ല. അങ്ങനെ സത്യത്തിൽ നിൽക്കുന്ന, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സത്യത്തിൽ നിൽക്കുന്നവരെ പലരെയും എനിക്കറിയാം. ഉറപ്പായിട്ടും അവിടെ വസ്തു വാങ്ങിക്കുന്നു, അവിടെ അഡ്രസ്സുകളെല്ലാം ആകുന്നു, അവിടെ പിന്നെ എല്ലാ മേഖലകളിലും ഒരു സ്ഥാനം കണ്ടെത്തുന്നു. അത് ഇനി ഇവിടെ തന്നെ എൻ്റെ അടക്കവും എൻ്റെ ജീവിതവും മൊത്തവും ഇവിടെ തന്നെ എന്ന് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ അബ്രഹാം അങ്ങനെയല്ല. അബ്രഹാം തൻ്റെ ജീവിതാനുഭവത്തിൽ ഒരുപക്ഷെ ജീവിക്കാൻ മാർഗവും ഒക്കെ ഉണ്ടായിട്ടും തൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒരുപക്ഷെ അബ്രഹാമിന്റെ ചരിത്രമൊന്നും എനിക്ക് അധികം അറിയില്ല. എനിവേ, എന്ത് തന്നെ ആയാലും ശരി, അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചു. ആ ഇറങ്ങിയ ആ യാത്രയിൽ അബ്രഹാം ഒരു കാരണവശാലും തനിക്ക് വന്ന പ്രതിസന്ധികളിൽ നിന്ന് പിറകോട്ട് ചിന്തിച്ചു മടങ്ങിപ്പോകുവാൻ അബ്രഹാമിനെ കൊണ്ട് പറ്റിയില്ല. അബ്രഹാം ഓരോ ദിവസവും ദൈവവുമായി സംസാരിപ്പാൻ തക്കവണ്ണം ശ്രമിച്ചു. അബ്രഹാം ദൈവ ശബ്ദം കേട്ടിറങ്ങി തിരിച്ചപ്പോ അബ്രഹാമിന്റെ പിന്നാലെ ഒരുവനും കൂടി ഇറങ്ങി. പിന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. എന്നാൽ അബ്രഹാമിൽ നിന്ന് തൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച തൻ്റെ ഫാമിലി മെമ്പർ ആകുന്ന ലോത്ത് അബ്രഹാമിനെ വിട്ടു മാറിക്കഴിഞ്ഞ ഉടനെ വീണ്ടും അബ്രഹാം ദൈവത്തോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇവിടെയായി. ദൈവം അബ്രഹാമിനോടും സംസാരിച്ചു. അപ്പൊ അവരുടെ സംവാദത്തിൽ അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, സഹോദരൻ, എനിക്ക് ഈ കഷ്ടങ്ങളൊന്നും ഒരു പ്രശ്നമില്ല സഹോദരൻ, ഞാൻ നീ വിശ്വസ്തനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു പരിഭവമോ പരാതിയില്ല. പക്ഷേ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ഈ നന്മയുടെ അവകാശം ഒരുപക്ഷെ ഒരു ബാല്യക്കാരൻ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇല്ല അബ്രഹാമേ, നീ ഭാരപ്പെടണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. സഹോദരൻ, നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും നിന്നെ ഞാൻ ഉദരബലം കൊണ്ട് അല്ലെങ്കിൽ തലമുറകളെ കൊണ്ട് വർദ്ധിപ്പിക്കുമെന്ന് അബ്രഹാമിനോട് പറയാൻ തക്കോളം ഇടയത്തു. അബ്രഹാം അതിനെ അനുസരിച്ചു എന്നുള്ളതാണ് വലിയ ഒരു സത്യം. അപ്പം അത്രത്തോളം വിശ്വാസം അബ്രഹാമിനുണ്ടായി. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ ഒരു യാഗം കഴിക്കുക, എനിക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഒരു യാഗം കഴിക്കുക. അപ്പോ അബ്രഹാം ആ യാഗത്തിനു തയ്യാറായി. അബ്രഹാം യാഗം കഴിപ്പാൻ തക്കവണ്ണം ഒരുങ്ങി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അതെല്ലാം അബ്രഹാം അനുസരിച്ചു. അബ്രഹാം യാഗമൃഗത്തെ പിളർന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ അല്ലെങ്കിൽ യാഗപീഠത്തിൽ വെച്ചിട്ട് അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി കരാറ് അവിടെ ഫോം ചെയ്യുകയാണ്. അതായത് ദൈവവുമായിട്ടുള്ള വിശ്വസ്തമാകുന്ന ഒരു ഉടമ്പടി. എല്ലാ യാഗത്തിനും ഓരോ ഉടമ്പടി ഉണ്ട്. എന്നാൽ ഈ യാഗത്തിന്റെ ഒരു ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ഉടമ്പടിയാണ്. ഇന്നലകളിൽ ഒക്കെ യാഗം കഴിച്ചിട്ടുണ്ടായിരിക്കാം, അതിനുശേഷവും അബ്രഹാം യാഗം കഴിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ 15-ാം അധ്യായത്തിൽ കാണുന്ന ഒരു ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഉടമ്പടി കരാറിന് ഒരു തെറ്റ് സംഭവിച്ച അല്ലെങ്കിൽ ആ ഉടമ്പടിക്ക് ഒരു വ്യത്യാസമുണ്ടായാൽ ആ ഉടമ്പടിയിൽ നിന്ന് ഉടമ്പടി ദൈവമായി കഴിക്കുന്ന വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ ആ ഉടമ്പടിയിൽ നിന്ന് വഴുതിപ്പോകേണ്ടതാകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ ഉടമ്പടിയിൽ ഉറപ്പായി നിൽക്കുവാൻ, മാറാതെ നിൽക്കുവാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു കാര്യമാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. അവിടെ പറയുന്നു, നീ ഈ യാഗം കഴിപ്പാൻ തക്കവണ്ണം കൊന്ന് അതിൻ്റെ മാലിന്യങ്ങൾ മാറ്റി എൻ്റെ മുമ്പിൽ പിളർന്നു വെച്ചിരിക്കുന്ന
ആ മൃഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ യാഗം കഴിക്കുന്ന വ്യക്തി, യാഗത്തിന്റെ ഉടമ്പടിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന വ്യക്തി, മാറിപ്പോകുന്ന വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ മൃഗത്തിന്റെ അനുഭവം തന്നെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ, ഏതു മൃഗത്തെയാണോ യാഗത്തിനു വേണ്ടി കൊന്നു, അതിന്റെ മാലിന്യങ്ങൾ നീക്കി, അതിന്റെ തോലിരിച്ചു കളഞ്ഞു, അതിനെ പിളർന്ന് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ യാഗം കഴിക്കുന്ന മനുഷ്യനെ ദൈവത്തിന് പിളർന്നു വെക്കുവാൻ തക്കവണ്ണം അധികാരമുണ്ടെന്നാണ് ഈ യാഗത്തിന്റെ ഒരു പ്രത്യേകത. അബ്രഹാമിന്റെ മേൽ വിശ്വാസമുണ്ട്. അബ്രഹാമിനൊരു വിശ്വാസമുണ്ട്, ഞാൻ ഈ ദൈവത്തെ വിട്ടു മാറത്തില്ല, ഈ ദൈവം എന്നോട് എന്തു പറഞ്ഞാലും ഞാനത് അനുസരിക്കും, എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ശരി, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ഞാൻ മാറിപ്പോകത്തില്ല. എന്നാൽ ദൈവം അബ്രഹാമിനുള്ള വിശ്വാസമൊക്കെ കാണുന്നുവെങ്കിലും ദൈവത്തിന് ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ ഒരു മനുഷ്യനാണ്, ഇവൻ വസിക്കുന്നത് ജഡത്തിലാണ്. ഇവനെ തകർക്കുവാൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അന്ധകാര മണ്ഡലത്തിന്റെ നടുവിലാണ് ഇവൻ ജീവിക്കുന്നത്. ഒരു പിശാചിന് ആധിപത്യമുള്ള ഈ ഭൂമിയിലാണ് അബ്രഹാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അബ്രഹാം തെറ്റിപ്പോയേക്കാം. സ്വതന്ത്രം. ദൈവത്തിന്റെ ദീർഘവീക്ഷണം. ദൈവത്തിന്റെ പലരും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, ദൈവത്തിന് ദീർഘവീക്ഷണമില്ല. ഒരു വലിയ പ്രാസംഗികൻ, അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളൊക്കെ 1000 അതിലധികം പേര് കാണുന്ന വലിയ മീറ്റിംഗാണ്. 7 ദിവസമൊക്കെയാണ് അദ്ദേഹം ആ മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്യുന്നത്. അദ്ദേഹം ഒരു തിരുവനന്തപുരംകാരനാണ്. വളരെ വിശ്വസ്തനായ ഒരു മനുഷ്യനാണ്. കാരണം കൺവെൻഷനൊക്കെ ഏറ്റുകഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രോഗ്രാമൊക്കെ ഏറ്റുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് 5-7 ദിവസം വെച്ച് കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം പുള്ളി വരാതിരിക്കുക, അത്രയ്ക്കുള്ള വിശ്വസൻ. അതിൻ്റെ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ട്, അത് നടത്തുന്നവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വിശ്വസനായ ഒരു മനുഷ്യനാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇനി പറയുന്നില്ല, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ച് പറയാണ്, ദൈവത്തിന് ദീർഘവീക്ഷണമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ദൈവത്തിന് അറിയത്തില്ല, അത് അപ്പോഴപ്പോഴും സംഭവിക്കുകയാണെന്നാണ്. അപ്പം ആ മനുഷ്യന്റെ അറിവിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തില്ല, ഞാൻ ആ വിഷയം വിടുകയാണ്. പക്ഷേ ദൈവം ദീർഘവീക്ഷണമുള്ള ദൈവമാണ്. ദൈവത്തിന്റെ സ്വതന്ത്ര ദൃഷ്ടിയിൽ അബ്രഹാം ഒരു മനുഷ്യനാണ്. അബ്രഹാം ഒരു പക്ഷെ നാളെ തെറ്റിപ്പോയേക്കാം. അങ്ങനെ അബ്രഹാം എന്ത് ചെയ്തു? യാഗം കഴിക്കാൻ തയ്യാറായപ്പോ സ്നേഹമുള്ള ദൈവം, വിശ്വസ്തനായ ദൈവം, കരുണയുള്ള ദൈവം, ഹല്ലേലൂയ, അവൻ അബ്രഹാമിന് യാഗത്തിന്റെ ഉടമ്പടി ഇങ്ങനെയാണ്. ഈ യാഗമൃഗത്തെ എപ്രകാരം കീറി വെച്ചിരിക്കുന്നു, അതിന്റെ നടുവിലൂടെ യാഗം കഴിക്കുന്ന വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഈ കരാറിനെ ഉറപ്പിക്കണം. സോദരം, ഇവിടെ അബ്രഹാമും ദൈവമായിട്ടുള്ള യാഗമായതുകൊണ്ട്, ഉടമ്പടി ആയതുകൊണ്ട്, ഒന്ന് അബ്രഹാമും മറ്റൊന്ന് ദൈവവും. അബ്രഹാം മുമ്പോട്ട് നടന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം അതിന് ഓപ്പോസിറ്റായി നടന്നു വന്ന് ഉടമ്പടി കരാർ ചെയ്യും. എന്നിട്ടാണ് പറയുന്നത്, ഈ ഉടമ്പടി കരാറിന് വ്യത്യാസം വരുത്തുന്നവനെ ഈ മൃഗത്തിന്റെ അനുഭവത്തിൽ ഞാൻ കീറിക്കളയും. സ്തോത്രം. അബ്രഹാം തയ്യാറായി. പക്ഷേ കരുണയുള്ള ദൈവം അബ്രഹാമിന് സമയമായപ്പോ ഒരു ഗാഠനിദ്ര വരുത്തിയിട്ട് സ്തോത്രം, ദൈവം അബ്രഹാമിന് പകരം അബ്രഹാമിന്റെ ദൗത്യം കൂടി ഏറ്റെടുത്തിട്ട്, ആ ഉടമ്പടിയുടെ ദൗത്യം കൂടി ഏറ്റെടുത്തിട്ട്, ഈ ഉടമ്പടിയിൽ നിന്ന് മനുഷ്യൻ വഴുതിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ആ ദൈവത്തിന്റെ പദ്ധതി, ആ മൃഗത്തെ കീറുന്നത് പോലെ ഒരു കീറൽ ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം ദൈവം തന്നെ പുകയുന്ന ഒരു തീപ്പന്തമായി അതിന്റെ നടുവിലൂടെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പുകയുന്ന തീപ്പന്തം അബ്രഹാമിന് പകരം ദൈവം തന്നെ നേരിട്ടിറങ്ങി ആ യാഗമൃഗത്തിന്റെ നടുവിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രഹാമിന് പകരം അബ്രഹാമിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവം ആ യാഗത്തിന് കരാറ് ഒപ്പിട്ടു. സ്വോത്രം. ഈ പുകയുന്ന തീപ്പന്തം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നറിയാം? പീലാത്തോസിന്റെ അരമനയിൽ. ഈ യേശു എന്ന ഈ മനുഷ്യനെ
ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് വിധികർത്താവായിരിക്കുന്ന പീലാത്തോസ് തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആമേൻ ഈ പുകയുന്ന തീപ്പന്തമായി ഇറങ്ങി വന്ന ആ ദൈവമാകുന്ന യേശു ക്രിസ്തുവിനെ, ആ യേശു ക്രിസ്തുവിന്റെ കോമളത്വമുള്ള മുഖത്തേക്ക് നോക്കിയിട്ട് സ്തോത്രം, തൻ്റെ അധികാരത്തിന്റെ പവറെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് തനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത തരത്തിൽ ആ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നു. ആ യേശു ക്രിസ്തുവിന് വേണ്ടി ജനത്തിനോട് ചോദിക്കുന്നു, ഇവനെ എന്തു ചെയ്യണം? ജനമെല്ലാം ആക്രോശിച്ചു, ഇവരെ ക്രൂശിക്കണമെന്ന്. സ്തോത്രം. ക്രൂശിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്ത ഈ ദൈവം ആരാണെന്നറിയാമോ? അതെ, അബ്രഹാമിന്റെ യാഗപീഠത്തിങ്കിൽ സ്തോത്രം, അബ്രഹാം കഴിച്ച യാഗത്തിന് നടുവിൽ, അബ്രഹാം യാഗം കഴിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിനെ തന്നെ എനിക്ക് കീറേണ്ടി വരുമെന്ന് സ്വത്ത് ദൈവത്തിന് കരുണ തോന്നിയിട്ട് അബ്രഹാമിനെ അതുവരെ നോക്കണം, അതുവരെ നല്ല ഉന്മേഷവാനായിട്ട് എല്ലാം ചിന്തിച്ച് സ്തോത്രം നല്ല പ്രസന്ന വദനായി നിൽക്കുന്ന അബ്രഹാമിനെ ദൈവം ഒരു ഗാഢനിദ്ര വരുത്തി കളഞ്ഞിട്ട് അബ്രഹാമിന് പകരം പുകയുന്ന തീപ്പന്തമായി അബ്രഹാമിന്റെ കൂടി ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ യാഗപീഠത്തിന്റെ നടുവിലൂടെ ദൈവം പുകയുന്ന തീപ്പന്തമായി കടന്നുപോയി. സ്തോത്രം. മനുഷ്യനായതുകൊണ്ട് ഉടമ്പടിയിൽ നിന്നെല്ലാം മാറിപ്പോകേണ്ടതാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോ സ്തോത്രം, മനുഷ്യന്റെ അകൃത്യങ്ങളെല്ലാം സ്തോത്രം ആദ്യം മുതലുള്ള സ്തോത്രം ആ അകൃത്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് കാൽക്കരങ്ങൾ ബന്ധിക്കുന്നതിനായി തലയിൽ മുൾമുടി ചൂടിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം സ്തോത്ര ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി 3 തലങ്ങൾ ജനത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ട ദൈവം ഇതാ പീലാത്തോസിന്റെ സ്തോത്ര കോടതിയുടെ മുമ്പിൽ മൗനമായി നിൽക്കുന്നു. നോക്കണം, ഈ ദൈവം നിസ്സാരനല്ല. അവൻ പുകയുന്ന തീപ്പന്തമാണ്. അവൻ തീയിലൂടെ സംസാരിക്കുന്ന ദൈവമാണ്. ഇതാ പുകയുന്ന തീപ്പന്തമായി അബ്രഹാമിന്റെ യാഗമേറ്റെടുത്തുകൊണ്ട് യാഗപീഠത്തിന്റെ നടുവിലൂടെ കടന്നുപോയ ദൈവം ഇതാ മൗനമായിട്ട് മാനവരാശിയുടെ പാപം തന്റെ തുമളിലേറ്റിയപ്പോ ഇതെല്ലാം സ്തോത്രം എന്റെ പദ്ധതിയാണ്. ഞാൻ സ്വർഗത്തിൽ സൃഷ്ടിയിലിരുന്നപ്പോ സ്തോത്രം ജനത്തിനെ സൃഷ്ടിച്ചപ്പോ ജനം എന്നിൽ നിന്ന് മാറിപ്പോയപ്പോ സ്തോത്രം എന്നിലേക്ക് ആ ജനത്തെ അടുപ്പിക്കാൻ തക്കവണ്ണം ഞാൻ പദ്ധതിയിട്ടിട്ട് ഞാൻ തന്നെ എന്നെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഉദരത്തിലേക്ക് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ ജന്മമെടുത്തു. ഞാൻ മനുഷ്യനായി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഞാൻ എന്നെ തന്നെ എന്റെ ജനത്തിന്റെ അകൃത്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമാണ് ഞാനെന്ന് സ്തോത്രം ചിന്തിച്ചുകൊണ്ട് സ്തോത്രം തന്റെ കരങ്ങൾ കെട്ടി തന്റെ കൈകാലുകൾ ബന്ധിച്ച് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പുകയുന്ന തീപ്പന്തമായി ഇറങ്ങി വന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നമ്മൾ ചെയ്തു വെച്ച നമ്മുടെ ഉടമ്പടികൾ പലതും തെറ്റിപ്പോയപ്പോ, നമ്മുടെ തീരുമാനങ്ങൾ പലതും മാറിപ്പോയപ്പോ, സ്തോത്രം നമ്മളുടെ വിശ്വാസം പലപ്പോഴും ഉലഞ്ഞു പോയപ്പോ, സ്തോത്ര ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്തുകൊണ്ട് നിനക്ക് വേണ്ടി കാൽവരിയുടെ കുലക്കളത്തിൽ മരിച്ച ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന്, അവന്റെ പേര് യേശു ക്രിസ്തു എന്നും നീ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ, യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാൻ സ്തോത്രം അവനോട് നിന്റെ കുറവുകളൊന്ന് ഏറ്റുപറയുവാൻ, അവനോട് നിന്റെ അകർച്ചമൊന്ന് ഏറ്റുപറയുവാൻ, അവനോട് നിന്റെ അനുസരണ കേടൊന്ന് ഏറ്റുപറയുവാൻ, അവനോടൊന്ന് കരയുവാൻ, അവനോടൊന്ന് മാപ്പ് ചോദിപ്പാൻ, അവനോട് കൂടെ നിൽപ്പാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പുകയുന്ന തീച്ചുളയാകുന്ന ദൈവം ഇന്ന് വെളിപ്പാടായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, നിന്നെ ദർശനമായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ നിന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിന്നെ മുന്നേറിക്കുവാൻ, നിന്നെ മുന്നേറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ഈ മെസ്സേജ് കേൾക്കുന്ന ഒരു കർത്താവിന് സ്തോത്രം ചെയ്യാമോ? പുകയുന്ന തീപ്പന്തമായി നിന്റെ യാഗത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന ദൈവം, നിന്റെ ഉടമ്പടിയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദൈവം ഇതാ ഇന്ന് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി സ്തോത്ര ഹല്ലേലൂയ ഉണ്ട്. അവൻ നിനക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നു. അവൻ നിന്നെ പിന്നെയും ചേർപ്പാൻ തക്കവണ്ണം മേഘങ്ങളെ വാഹനമാക്കി ഒരു സുദിനമുണ്ട്. സ്തോത്രം. ആ സുദിനത്തിൽ നീ ജീവനോടെ ഇരുന്നാലും നീ മരിച്ചുപോയാലും സ്തോത്രം നീയും ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നെ കേൾക്കുന്നവരെ, ചേർക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ സ്തോത്രം, വിവാഹം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ, മണവാട്ടിയും എണ്ണുന്നവരുടെ കൂട്ടത്തിൽ
ആമേ സ്തോത്രം നമ്മളും ഉണ്ടാകാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. സോദരൻ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധനെ, എൻ്റെ പലപ്പോഴുമുള്ള യാഗത്തിൽ നിന്ന്, എൻ്റെ പലപ്പോഴുമുള്ള തീരുമാനങ്ങളിൽ നിന്ന് ഞാൻ മാറി ചിന്തിച്ച അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ ഉറപ്പോടെ തീരുമാനമെടുക്കും എന്ന സാഹചര്യങ്ങൾ എന്നെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. കർത്താവിന്റെ മുമ്പിൽ ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കും എന്നൊക്കെ പലപ്പോഴും പല തകർച്ചകളിൽ നമ്മൾ തീരുമാനമെടുക്കും. നമ്മുടെ ഇടുക്കവും ഞെരുക്കവും വരുമ്പോഴും പുതുവർഷങ്ങളിലുമാണ് ദൈവജനം പൂർണ്ണമായി ചിലപ്പോഴും തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിൽ നിന്ന് എന്നാൽ പലപ്പോഴും മാറി സഞ്ചരിക്കുന്ന അനുഭവം. ഇന്ന് ഒരു നിമിഷം ഒന്ന് മടങ്ങി വരാം. ഞാൻ എടുത്ത തീരുമാനം എൻ്റെ ദൈവത്തിന് മുമ്പിലാണ്. ഒരിക്കൽ എൻ്റെ ആത്മീയ പിതാവ്, വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം എടുത്ത ഒരു തീരുമാനത്തിന്റെ നടുവിൽ അബ്രഹാമിന് പകരം ഇറങ്ങി വന്ന് ആ അകർത്യ ഏറ്റെടുത്തുകൊണ്ട്, ആ അനുസരണക്കേട് ഏറ്റെടുത്തുകൊണ്ട്, ആ അവിശ്വസ്തത ഏറ്റെടുത്തുകൊണ്ട് നീ പുകയുന്ന ഒരു പന്തമായി യാഗത്തിന്റെ നടുവിൽ ഇറങ്ങിയ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ ഞാൻ ഉറപ്പുള്ളവരായി നിൽപ്പാൻ, എൻ്റെ തീരുമാനത്തിൽ നിന്ന് എന്ത് സംഭവിച്ചാലും, മരണം എൻ്റെ മുമ്പിൽ വന്നാലും തീരുമാനത്തിൽ നിന്ന് മാറി ചിന്തിക്കാതെ ഞാൻ ഉറപ്പും ധൈര്യവും ഉള്ളവനായി നിൽപ്പാൻ പുകയുന്ന പന്തമാകുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഒന്നിറങ്ങണം. എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും, എൻ്റെ ശരീരമണ്ഡലത്തിലെ സ്തോത്രം എല്ലാ സാഹചര്യങ്ങളിലും സ്വർഗം ഇറങ്ങണം, തീയായി ഇറങ്ങണം, പുകയുന്ന ഇറങ്ങണം, അഭിഷേകമേനിൽ വെളിപ്പെടണം. ഞാൻ എൻ്റെ ദൈവത്തോട് അധികമായി അടുക്കണം. ഞാൻ ഉറപ്പുള്ളവനായി ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കണമെന്ന് എത്ര പേർക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ കഴിയും. ഞാനും ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. വഴുതിപ്പോയ അനുഭവങ്ങൾ അനവധിയുണ്ട്, മാറിപ്പോയ അനുഭവങ്ങൾ അനവധിയുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തോട് അടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം എന്നോടും അടുക്കുവാൻ തുടങ്ങി. ഇന്ന് അടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തിനോടൊപ്പം ദൈവം തീപ്പന്തമായി ഇറങ്ങി വരികയാണ്. ഈ വചനങ്ങളാൽ എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവമാകുന്ന യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോടെ ഉറപ്പോടെ നമുക്ക് ജീവിക്കാമെന്ന് സ്തോത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിനായി അവസരം നൽകിയ എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഡയറക്ടറായിരിക്കുന്ന പ്രിയ എബ്രഹാം കുട്ടി പാസ്റ്റർ അവർക്കും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും, ഒപ്പം ഈ മിനിസ്ട്രിയിൽ സപ്പോർട്ടായി നിൽക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദിയും സ്നേഹവന്ദനത്തെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹപൂർവ്വം സാബു അഞ്ചൽ. താങ്ക് യു.